ശബരിമല ബജറ്റ് ടൂറിസം പദ്ധതിക്കെതിരായ സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിനെതിരെ KSRTC ഹൈക്കോടതിയിൽ. ശബരിമലയെ കച്ചവട കേന്ദ്രമാക്കാനാണ് KSRTC ശ്രമിക്കുന്നതെന്ന റിപ്പോർട്ട് തെറ്റിദ്ധാരണ മൂലമാണെന്ന് വാദം. കുറഞ്ഞ ചെലവിൽ ദർശനം സാധ്യമാക്കുന്നതിനു വേണ്ടിയാണ് പദ്ധതിയെന്നും KSRTC അറിയിച്ചു. ശബരിമലയെ കച്ചവട കേന്ദ്രമാക്കാനുള്ള ശ്രമമാണ് KSRTCയുടെ ബജറ്റ് ടൂറിസം പദ്ധതി എന്നായിരുന്നു സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട്. 2 ദിവസത്തെയും 1 ദിവസത്തെയും പാക്കേജുകളാക്കി ഭക്തരെ സന്നിധാനത്തെത്തിക്കാനുള്ള KSRTCയുടെ പദ്ധതി വ്യാപക വിമർശനവും നേരിട്ടിരുന്നു. എന്നാൽ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് തെറ്റിദ്ധാരണ മൂലമാണെന്നാണ് KSRTC ഇന്ന് ഹൈക്കോടതി അറിയിച്ചത്. കുറഞ്ഞ ചെലവിൽ ദർശനം സാധ്യമാക്കുന്നതിന് വേണ്ടിയാണ് പദ്ധതി വഴിയെത്തുന്ന തീർത്ഥാടകർക്ക് അധിക നേരം സന്നിധാനത്ത് ചെലവഴിക്കേണ്ടി വരുന്നില്ല എന്നതിനാൽ തിരക്ക് കുറയ്ക്കാൻ സഹായിക്കും. ഇത് പോലീസിനും ദേവസ്വം ബോർഡിനും സഹായകരമാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡുമായി തത്വത്തിൽ ധാരണയുണ്ടാക്കിയിരുന്നു. ശബരിമല തീർത്ഥാടനത്തിന്റെ സുഗമമായ നടത്തിപ്പിന് KSRTC അനിവാര്യമാണ്. തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ഗതാഗത സംവിധാനം തകരാതെ നോക്കുന്നതിൽ KSRTCക്ക് വലിയ പങ്കുണ്ട്. ബജറ്റ് ടൂറിസം പദ്ധതി തിരക്ക് നിയന്ത്രണത്തെ ബാധിക്കില്ലെന്നും KSRTC മറുപടി സത്യവാങ്മൂലത്തിലൂടെ ഹൈക്കോടതി അറിയിച്ചു. ടെമ്പിൾ കണക്ട് എന്ന പേരിൽ 72 ക്ഷേത്രങ്ങളെ ബന്ധിപ്പിച്ചായിരുന്നു ശബരിമല ബജറ്റ് ടൂറിസം പദ്ധതി KSRTC വിഭാവനം ചെയ്തത്. എന്നാൽ ഈ പദ്ധതി ശബരിമലയിലേക്ക് വരുന്ന ഭക്തരെ രണ്ടായി തിരിച്ച് വേർതിരിവുണ്ടാക്കുമെന്ന് സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ടിലൂടെ ഹൈക്കോടതിയെ അറിയിച്ചു. ജനം, കൊച്ചി.